ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമുക്ക് വാട്സപ്പിൽ ചില സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിന് ചില രഹസ്യ മെസ്സേജുകൾ, വോയിസ് മെസ്സേജുകൾ അല്ലെങ്കിൽ ചിലപ്പം ചില ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാനുണ്ടാവും. പക്ഷേ ആ ഫ്രണ്ട്സിന് ചിലപ്പോൾ ഇതൊന്നും അത്ര എന്താ പറയുക രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരാൾ അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കാണുന്നില്ലേ, അതും കൂടി പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലുള്ള ഗുണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും എല്ലാം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് കാണാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മൊബൈൽ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ക്ലിക്ക് ചെയ്തു. വാട്സപ്പിൽ നമ്മൾ രഹസ്യ സ്വഭാവമുള്ള മെസ്സേജുകൾ നമ്മുടെ ഫ്രണ്ട്സിന് അയക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ആദ്യം തന്നെ ഞാനൊരു പ്രൊഫൈൽ നെയിം എടുത്തു. ഇവിടെ ഞാനൊരു വോയിസ് റെക്കോർഡ് ചെയ്യാണ്. വോയിസ് റെക്കോർഡ് എങ്ങനെ ചെയ്യുക? നമുക്ക് ഈ ഒരു വോയിസിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യും അല്ലേ. അതിനുശേഷം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, ഒന്നും കൂടി ആ ഒരു വോയിസ് നിങ്ങൾക്ക് കേട്ട് നോക്കാൻ ഇവിടെ സാധിക്കും. കണ്ടില്ലേ, ഇപ്പോഴേ നിങ്ങൾക്ക് അത് കേട്ട് നോക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ കേട്ട് നോക്കിയിട്ട് അങ്ങനെയുള്ള രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് തെറ്റ് തിരുത്താൻ പറ്റും. ഇത് നല്ലൊരു ട്രിക്കാണ്. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു 1 എന്നുള്ളൊരു നമ്പർ കാണുന്നില്ലേ, 1, ഈ സെൻഡ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് ആ സെൻഡ് ബട്ടൻ്റെ തൊട്ട മുകളിൽ ഒരു 1 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം അല്ലേ. റൗണ്ട് ഫുൾ അല്ലാത്ത രീതിയിൽ, ഇൻകംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ കാണുന്നില്ലേ, അവിടെ ഒന്ന് പ്രസ് ചെയ്യാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, മുകളിൽ കാണുന്നുണ്ട് വ്യൂ വൺസ് എന്നുള്ളൊരു ഓപ്ഷൻ. അതൊരു വ്യൂ വൺസ് എന്നുള്ളൊരു ഓപ്ഷനാണത്. അതായത് ഈ ഒരു വോയിസ് മെസ്സേജ് നമ്മുടെ രഹസ്യ സ്വഭാവമുള്ളതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിന് ഒരൊറ്റ തവണ മാത്രമേ അത് കേൾക്കാൻ സാധിക്കുള്ളൂ. അതോടുകൂടി അത് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ആവും. അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു വ്യൂ വൺസ് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് അവർക്ക് എങ്ങനെയാണ് കേൾക്കാനുണ്ടോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി ഇതേപോലെ തന്നെ ഇത് നമുക്ക് ഡോക്യുമെന്റ്സും നമുക്ക് ഇതിൽ അയക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മെസ്സേജിന്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു പിൻ ഐക്കൺ കണ്ടില്ലേ, മെസ്സേജിന്റെ തൊട്ടടുത്തൊരു പിൻ ഐക്കൺ കാണുന്നുണ്ട്. ആ പിൻ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗാലറിയിലേക്ക് പോവുക. നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റ് ആണോ നിങ്ങൾക്ക് രഹസ്യ സ്വഭാവമുള്ള ഇതേപോലെ അയക്കേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യാം. അതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ക്യാപ്ഷൻ കൊടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ 1 എന്നുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് കാണുന്നില്ലേ, അതിലൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്താണ്, അത് വ്യൂ വൺസ് ആയി മാറും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വ്യൂ വൺസ് മെസ്സേജ് ജസ്റ്റ് ഗോട്ട് മോർ പ്രൈവറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് അയക്കാൻ വേണ്ടിയാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ ആ സെൻഡ് ബട്ടൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്തു. ഇവിടെ കണ്ടില്ലേ, വോയിസും സെൻഡ് ചെയ്തിട്ടുണ്ട്, ഫോട്ടോയും സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി മറ്റുള്ള ആ ഒരു ഫ്രണ്ടിനെ എങ്ങനെയാണ് കാണുക എന്നുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഫോണൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ കാണുന്നുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഫ്രണ്ടിൻ്റെ ഫോൺ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടില്ലേ, ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, മറ്റൊരു ഫോണാണിത്. അതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എടുത്താണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ വന്ന് നിൽക്കുന്നത്, അതായത് ആദ്യം വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്, രണ്ടാമത്തത് ഡോക്യുമെന്റ് വന്നിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്തു. അവിടെ ഡൗൺലോഡ് കാണിക്കുന്നില്ലേ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ അവർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഒരൊറ്റ തവണ മാത്രമേ കേൾക്കാൻ സാധിക്കുള്ളൂ. രഹസ്യ സ്വഭാവമുള്ളതായതുകൊണ്ട് പിന്നീട് ആര് ഫോൺ എടുത്ത് നോക്കിയാലും ആ ഒരു കാര്യം കാണാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ഫോട്ടോയും ഇതേപോലെ തന്നെ ജസ്റ്റ് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ തവണ മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. കാരണം രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെൻ്റൊക്കെ നമുക്ക് ഇതേ രീതിയിൽ അയക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഈ ഒരു ഡോക്യുമെൻ്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരിക്കലും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതായത് മറ്റുള്ള ആരുടെയും കയ്യിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പോലും അവർക്ക് ഇതെന്താണ് ഡോക്യുമെൻ്റ് എന്ന്, എന്താണ് വോയിസ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് വളരെ നല്ല ഓപ്ഷനാണ് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഇനി നിങ്ങൾ വാട്സപ്പിൽ രഹസ്യ സ്വഭാവമുള്ള മെസ്സേജുകൾ അയക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടൊന്ന് അയച്ചു നോക്കൂ. എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസാണ് ഞാൻ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ, പിന്നെ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.